ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഒരു സ്റ്റിൽ മോഡൽ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്ത് നോക്കുന്നത് ഒരു ക്ലോക്കിൻ്റെ ഒക്കെ ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാസ്കിങ് ടേപ്പ് ഒക്കെ ഒട്ടിച്ച് ബ്രൗൺ പേപ്പറൊക്കെ ഒട്ടിക്കുക. ഞാൻ ഇപ്പോൾ ബ്രൗൺ ടേപ്പാണ് ഒട്ടിച്ച് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കതാണ് കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയത്. അപ്പം ഞാൻ ഈ പിരമിഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. ഭയങ്കര എളുപ്പമാണ്, കത്രികകളും ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഞാനൊരു സൈസാക്കിയിട്ടൊരു ലാർജ് മീഡിയം സ്മോൾ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലിങ്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു പിരമിഡാണ്, അതിൻ്റെ രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഈ 3 ഉണ്ടാക്കി നോക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസോടെ കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുമേ പേപ്പറൊക്കെ ബ്രൗൺ പേപ്പർ വെക്കാൻ വേണ്ടിയാൽ ബ്രൗൺ പേപ്പർ അപ്പം ഞാൻ മണലാണ് ഉണ്ടാക്കി വെക്കുന്നത്. അത് ഞാൻ അമൃതം പൊടി റോസ്റ്റ് ചെയ്താണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അമൃതം പൊടി പാഴാക്കി കളയുന്നത്, പക്ഷേ അമൃതം പൊടി നല്ലതാണ്, അത് വീറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ്. അപ്പം ഞാനത് റോസ്റ്റ് ചെയ്തപ്പോൾ കറക്റ്റ് മണലിൻ്റെ ഒരു രൂപം കിട്ടി. അപ്പോൾ അതെനിക്ക് കറക്റ്റാന്ന് തോന്നി. അപ്പം അങ്ങനെ നമ്മുടെ സാൻഡ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പം ആദ്യം തന്നെ ഇതുപോലെ നമ്മുടെ ഏറ്റവും ചെറിയ പിരമിഡ് എടുത്തിട്ട് ഒന്ന് ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ പേപ്പറൊക്കെ വെക്കാം. എൻ്റെ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കാണുമ്പോൾ മനസ്സിലാവില്ല, ഞാൻ ശരിക്കും ലൈറ്റാണ് കേട്ടോ എടുത്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്കൊക്കെ എടുക്കാൻ കുഴപ്പമില്ല. അപ്പം ഓക്കെ, അപ്പോൾ ഞാൻ അതുപോലെ ഇത് ഫുള്ളും പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ എല്ലാം നല്ല അടിപൊളിയായി പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാ മൂലയിലും ഒന്നും ആവണമെന്നില്ല. ഓക്കെ, എന്നാലും ഞാനൊരു ഭംഗിയായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ആ ഒരു ചെറുത് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കണ്ടോ, ഞാൻ അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാം പെയിൻറ് ചെയ്തെടുക്കണത്. ഓക്കെ, അപ്പം ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു മാച്ച് കാണിച്ചു തരാം. 3, 2, 1. അപ്പം ഞാൻ ഇതേപോലത്തെ 3 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 കളർ അടിച്ചെടുത്തിട്ടുണ്ട്, കളർ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചെറുത് നമ്മളെ കാർഡ്ബോർഡ് പീസ് വെട്ടി വെച്ചതിൻ്റെ മുകളിൽ ഞാൻ ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടത്. അപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും, അത് വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഫെവിബോണ്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇത്തിരി വെള്ളം ചേർക്കണം, കാരണം അത് ഇത്തിരി തിക്കാണ്. അപ്പം ഞാൻ ഫെവിക്കോൾ വെച്ചതിൻ്റെ മുകളിലേക്ക് ഇത്തിരി സാൻഡ് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് സാൻഡ്. ഓക്കെ, അപ്പം ഞാൻ എല്ലാത്തുമ്പിലും അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് എല്ലാത്തുമ്പിലും ഞാൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ അടിപൊളിയായിട്ട് എല്ലാം ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബ്രൗൺ കളർ തന്നെ അടിച്ച് വെക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത ബ്രൗണ് ഇതെടുക്കാം, ക്ലോക്കിൻ്റെ പെട്ടി. അതിക്ക് ഞാൻ വീണ്ടും ഒരു മാജിക് കാണിച്ചു തരാം കേട്ടോ. 3, 2, 1. അപ്പം നമ്മുടെ മാജിക് ആണ് ഇത്. അപ്പം ഞാൻ ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ഒട്ടിക്കാം. ഞാൻ ഫെവിക്കോളാണ് കേട്ടോ ഒട്ടിക്കാൻ എടുത്ത് നോക്കുന്നത്. ഇതാണ് നമ്മുടെ ഫെവിക്കോളിൻ്റെ ഇത് തന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ആ വെള്ളം കൂടി ചേർത്തതിൻ്റെ. അപ്പോൾ ഓക്കെ, നമുക്ക് ആ സെൻറ്ററിനോടത്ത് ഒക്കെ ഞാൻ എല്ലാം ഈ ഫെവിക്കോള് വെള്ളമാക്കിയത് മൊത്തം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഹോം മെയ്ഡ് സാൻഡ് ഇടാം. അതിൻ്റെ മുകളിലേക്ക് അമൃതം പൊടിയാണ്, സാൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതായോന്ന് പറയാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ അമൃതം പൊടി ഇട്ടെടുക്കുന്നുണ്ട്. അമൃതം പൊടി തിന്നണതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് എടുക്കുമ്പോൾ ചോദിച്ചിട്ടൊക്കെ എടുക്കാം. ഞാൻ പിന്നെ പഴയതായതുകൊണ്ട് തന്നെ എക്സ്പയറി ഡേറ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചോദിച്ചിട്ടെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് ടാങ്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ താഴെ ഇടുന്ന മണ്ണ് പോലത്തെ ഇല്ലേ, അതും യൂസ് ചെയ്യാം. അതും ബ്രൗൺ കളറൊക്കെ അടിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എല്ലാത്തിലും ഇതുപോലെ ഇട്ടുകൊടുക്കുന്നു കേട്ടോ, എല്ലാതും. ഓക്കെ,
ഞാൻ എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ആ പിരമിഡ് വെച്ച പോലെ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഞാനൊന്ന് ഫിനിഷിങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്താണ്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഫെവിക്കോളിൻ്റെ ഇതും യൂസ് ചെയ്തു. അപ്പം എനിക്ക് ബാക്കി വന്നാൽ ഇത്തിരി കുഞ്ഞൊരു 10 രൂപയുടെ ഫെവിക്കോൾ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് വെള്ളമാക്കിയാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു പിരമിഡ് ആകും, അല്ലെങ്കിൽ അതിലുണ്ടാക്കണത് അത്രയും കിട്ടും കേട്ടോ. അപ്പം ഓക്കെ, അപ്പം ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം അതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മാജിക് വീണ്ടും നമ്മുടെ മാജിക്സ് ആണ് മൊത്തം. അപ്പോൾ ഓക്കെ, ഞാൻ എല്ലാം ചെയ്തിട്ടുള്ള സൈഡിൽ ഉള്ളത് ഒരു സിംഹമാണ്. അപ്പോൾ അത് സിംഹം ആണ് തന്നെയാണ്. ഞാനത് എൻ്റെ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ താരമാണ് വന്നിരിക്കുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് കേട്ടോ നമ്മുടെ മെയിൻ താരം. അപ്പം അതെവിടെ വെക്കാമെന്ന് ഞാൻ കുറേ നേരം എങ്ങനെ ഇങ്ങനെ നോക്കണം. എനിക്ക് കറക്റ്റ് പ്ലേസ് കിട്ടില്ല. അവസാനം ഞാൻ കറക്റ്റ് ആക്കി. ഓക്കെ ഞാൻ അപ്പം ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അപ്പം നിങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് വെക്കാം കേട്ടോ. അപ്പം എനിക്ക് എൻ്റെ സ്കൂളിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എഴുതിയിട്ടും കൂടിയാണ് ഞാൻ വെച്ചത്. ഓക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വെച്ചെടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ വിചാരിച്ചു ഇങ്ങനെ വെക്കാമെന്ന്. പിന്നെ ഇപ്പം എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.